സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെക്കുറിച്ചുള്ള വിവാദങ്ങളും ചർച്ചകളുമാണല്ലോ ഇപ്പം നടക്കുന്നത്. മറിയക്കുട്ടിമാരും അന്നക്കുട്ടിമാരും പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയല്ലേ പിച്ചച്ചട്ടി വരെ എടുത്ത് ഭിക്ഷ യാചിച്ചത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ രാഷ്ട്രീയം. സർക്കാർ നൽകുന്ന ഈ പെൻഷൻ കൃത്യമായി പാവങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതാണ് വേണ്ടത്. ആകെ കൂടി 1600 രൂപയാണ് പെൻഷൻ നൽകുന്നത്. അതിൽ നിന്നും 200 രൂപ അടിച്ചു മാറ്റുന്നുവെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മറിയക്കുട്ടിയുടെ ഭാഷയിൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയല്ലേ. ഈ വീഡിയോ ഒന്ന് കാണും. എത്ര നാളായി അവസാനം പെൻഷൻ കിട്ടിയിട്ട്? 2-3 മാസമായി. ഇന്ന് പെൻഷൻ മേടിക്കാൻ വന്നയാണോ? കിട്ടിയില്ലയോ? എന്തോ പറഞ്ഞേ? പെൻഷൻ വന്നില്ല. ഏത് പെൻഷനാ? കർഷക തൊഴിലാളി പെൻഷൻ. ഇപ്പം എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്? 4 മാസത്തെ ഉണ്ട്. ഇപ്പം എല്ലാവർക്കും കൊടുത്തല്ലോ. ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട്. എന്തോ ഒരു കാരണം പറയുന്നേ? എവിടുന്നാ മേടിക്കുന്നേ? ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ട് തരുവാ. എവിടുന്നാ വീട്ടിൽ കൊണ്ട് തരുന്നേ? എളമ്പേ ബാങ്കിൽ നിന്നോ, സൊസൈറ്റിയിൽ നിന്നോ, അതോ പോസ്റ്റ് ഓഫീസിൽ നിന്നോ? പിന്നെ സൊസൈറ്റിയിൽ നിന്നോ? അവർ കൊണ്ട് തന്നില്ല. അപ്പോൾ സൊസൈറ്റിയിൽ അന്വേഷിക്കാൻ വന്നതാണോ? അപ്പോൾ അന്വേഷിച്ചപ്പോൾ എന്തോ പറഞ്ഞു? വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് നീ പറഞ്ഞോ? പറഞ്ഞില്ല. എത്ര വയസ്സുണ്ട്? 85 വയസ്സ്. എന്തോ പേര്? പൊടിയൻ. എവിടാ താമസിക്കുന്നേ? ആരംപുന്നയിൽ. ആരംപുന്നയിൽ നിന്നാണോ ഇവിടെ വരുന്നേ? എങ്ങനാ വന്നേ? നടന്നു വന്നയാ? എത്ര ദൂരമുണ്ട്? 1 കിലോമീറ്ററിന് മേളിലുണ്ട്. ഈ വെയിലത്തിന് നടന്ന് തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഭാര്യയും മാത്രമേ ഉള്ളൂ. മക്കളൊന്നും ഇല്ലയോ? എത്ര മക്കളുണ്ട്? 3 പേരേ ഉള്ളു. 4 പേരിൽ ഒരാൾ മരിച്ചുപോയി. ആ 3 പേര് എവിടാ? അവരൊക്കെ സഹായിക്കുമോ? അപ്പം നിങ്ങൾ ഈ പെൻഷൻ കൊണ്ടാണോ കഴിയുന്നത്? ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഇപ്പോഴും പണിക്ക് പോവോ? പാനൊക്കെയല്ല. അപ്പം ഈ പെൻഷനേ ഉള്ളു ആ കൂടി കഴിയാൻ. അത് മതി. എത്ര രൂപ കിട്ടും? 1400 1600? പിന്നെ എത്ര? അതെന്താ ബാക്കി 200 അവിടെ പോയി? അപ്പോൾ 1400 തരത്തുള്ളോ? 1600 ആണെന്നല്ലോ സർക്കാർ തരുന്നേ. ഇല്ല. അപ്പം നിങ്ങളുടെ കൈ കിട്ടുന്നത് 1400 കിട്ടുന്നുള്ളൂ. അതെവിടെ വന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? അത്രേ വന്നിട്ടുള്ളെന്ന്. അപ്പോൾ ചോദിക്കണ്ടേ? എല്ലാവർക്കും 1600 കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് 1400 കിട്ടുന്നുള്ളത് ചോദിക്കണ്ടേ? അതെന്താ കേൾക്കാത്ത? അവർ 1600 തരത്തില്ലയോ? അല്ല അല്ല 1600 ഉണ്ട്. എന്ത് ബാക്കി 200 എന്ത് ചെയ്യേ? ആന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കാൻ എന്താ? എത്ര ചോദിച്ചാൽ അവര് ഈ 1400 തരത്തില്ലയോ? അങ്ങനാണോ? എത്ര മാസം കൊണ്ടായത്? 3-4 മാസം കൊണ്ട് 1600 കിട്ടുന്നുള്ളൂ. അവർക്ക് 400 ഉള്ളു. ഇപ്പം 1600 കിട്ടുന്നുള്ളൂ. ഇപ്പൊ 2 പേർക്കും പെൻഷൻ ഉണ്ട്. പക്ഷെ 2 പേർക്കും കിട്ടിയില്ല. ഭാര്യയ്ക്കും കിട്ടിയില്ല. 2 പേർക്കും 3 മാസം കിട്ടാനുണ്ടോ? കണ്ടല്ലോ. ഇനി ഞങ്ങൾ പെൻഷൻ സർക്കാർ നൽകുമ്പോൾ കൊണ്ടു കൊടുക്കുന്ന ആളിനെ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടി കൂടി കേൾക്ക്. നിങ്ങൾ മറ്റേ വിളക്കുടി പഞ്ചായത്തിലെ ആരംപുന്നയിലൊക്കെ ഈ പെൻഷൻ കൊണ്ട് കർഷക തൊഴിലാളി പെൻഷനൊക്കെ നിങ്ങളാണോ കൊടുക്കുന്നത്? അല്ലല്ല, ആരംപുന്ന മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി അല്ല, ഇത് വിളക്കുടി പഞ്ചായത്തിന്റെ ബോർഡറാണ്.
വിളക്കുടി പഞ്ചായത്തിന്റെ ബോർഡർ ആരംഭിന്റെ ഭാഗത്തേക്ക് വരുന്നത് 9ാം വാർഡിൽ താമസിക്കുന്ന ഒരാൾ മുനിസിപ്പാലിറ്റി അവിടെ താമസിക്കുന്ന ഒരു ജാനകി. അതല്ല, ഇതൊരു പൊടിയൻ. ആരംഭന ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ എളമ്പൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ജീവനക്കാരാ കൊടുക്കുന്നത്. അത് ആരംഭനയിലില്ല. അതെ ആരംഭിന്നാണ് കയറി പോകുന്നത്. പുള്ളിയുടെ കറക്റ്റ് അറിയത്തില്ല. പൊടിയൻ എന്നാണ് പോയത്. എളമ്പൽ പഞ്ചായത്തിന്റെ ഭാഗമാണ് ആരംഭിനെ കൂടെ. എളമ്പൽ പഞ്ചായത്തില്ല, എളമ്പൽ സർവീസ് സഹകരണ. അതെ എളമ്പൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ് അവർക്ക്, നിങ്ങളുടെ എളമ്പൽ സൊസൈറ്റിയിൽ നിന്നാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. പൈസ കൊണ്ട് കൊടുക്കും. ആ പൈസ കൊടുക്കുന്ന ശില്പനാഥേ, അതിപ്പോ സ്ലിപ്പ് ഒന്നുമില്ല. എന്റെ ഒറ്റ സംശയമുള്ളൂ. നേരത്തെ 1600 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് ഇപ്പോൾ 2-3 മാസമായിട്ട് 1400 കിട്ടുന്നുള്ളൂ. അത് ആ 200 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ വാർഡിൽ ആർക്കെങ്കിലും? സർവീസ് സഹകരണ ബാങ്കിൽ കൊടുക്കുന്ന പെൻഷനിൽ നിന്നും 1 രൂപ കുറവില്ല. അക്കൗണ്ടിൽ വരുന്നവർക്ക് 200, 300, 400 കുറയുന്നുണ്ട്. അതെന്താ? അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം അക്കൗണ്ടിൽ ഇടുന്നില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് അതിനെപ്പറ്റി അറിവില്ല. ജീവനക്കാർ വീട്ടിൽ കൊടുക്കുന്ന ഒരു പൈസ കുറവില്ല. 1600 ഉള്ളവർക്ക് 1600. ഇത് വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതാണ്. വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നവർക്ക് 1400 കൊടുക്കുന്നുള്ളൂ. വീട്ടിൽ കൊടുക്കുന്ന ആരെന്ന് വെച്ചാൽ ആ സ്ലിപ്പിനകത്ത് പേരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് സാറേ. അതിനകത്ത് വിളിച്ച് തിരക്കാൻ പറയാം. നിങ്ങൾക്കറിയില്ല അത് പെൻഷൻ വീട്ടിൽ കൊടുക്കുമ്പോഴേ സ്ലിപ്പിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. 1600 എങ്കിൽ 600 ഉണ്ട്, 400, 1600 എടുത്ത് 400 കൊടുക്കുന്ന, അല്ലെങ്കിൽ കൊടുക്കുന്ന ആൾ 200 എടുത്തത് തന്നെ ആയിരിക്കും. അതിനകത്ത് സംശയമില്ല. കേട്ടല്ലോ. ഇനി നിങ്ങൾ തീരുമാനിക്കൂ, ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? ആരാണ് കുറ്റക്കാരൻ? അങ്ങനെ ഇടയ്ക്ക് നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അർഹിക്കുന്ന ശിക്ഷ കൊടുക്കണം. ഇനി മേലിൽ ഇതുപോലെയൊരു പരാതി ഉണ്ടാക്കാൻ പാടില്ല. സർക്കാർ അന്വേഷിക്കണം. ഈ പാവങ്ങളെ പറ്റിക്കുന്നതിൽ സർക്കാരിന് കൂടി നാണക്കേടാണ്. തുക കുറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ കൊണ്ടു കൊടുക്കുന്നവൻ അവരെ തെറി വിളിക്കും, അവരോട് ദേഷ്യപ്പെടും. അങ്ങനെ പറഞ്ഞാൽ ഉള്ളതുകൂടി നഷ്ടപ്പെട്ടാലോ എന്ന് പേടിച്ചാണ് ആ പാവത്തങ്ങൾ ചോദിക്കാത്തത്.